ഞാനിന്ന് വന്നിട്ടുള്ള ഒരു കപ്പയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ കപ്പയിൽ നമ്മൾ മണിക്കടല ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഈ കോരിച്ചെരിയണ മഴയത്ത് നമുക്ക് 4 മണിക്ക് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അതെൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കണ കണ്ടിട്ട് ഉണ്ടാക്കിയാണ്. ഇനി അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിതിലേക്ക് ഒരു 500 ഗ്രാം മണിക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് പൊതിർത്തി ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് പൊതിർത്തി കഴുകി എടുത്ത കടലയാണ്. ഇത് ഈ കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ബീഫും ചിക്കനൊക്കെ വെക്കണ ആ ഒരു രീതിയിൽ തന്നെയാണ് വെച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകും പൊടി എരിവിനനുസരിച്ച് ഞാനൊരു സ്പൂൺ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് എരിവുള്ളതാണ്. പിന്നെ അതിലേക്ക് പച്ചമുളകും തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഉപ്പും ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. അതുപോലെ മല്ലിപ്പൊടി, അത് ഗരം മസാല പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബീഫ് വെക്കണ ബീഫിൻ്റെ മസാല അല്ലെങ്കിൽ ചിക്കൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കി അത് ഇട്ടിട്ട് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട്, ഇതിന് വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിക്കണം. കുറച്ച് മുകളിലായിട്ട് വെള്ളം ഒഴിക്കണം. ഇനി അടുപ്പത്ത് വെക്കാം. ഇനി അതിലേക്ക് വേണ്ട കപ്പ നമുക്ക് തൊലി കളയാം. ഞാൻ 2 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. 500 മണിക്കടലയും 2 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ചെത്തിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുക്കണം. അപ്പോൾ കപ്പയൊക്കെ തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായി കൊത്തി നുറുക്കി ഇട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. ഇതിൻ്റെ ഒരു ഫ്രണ്ട് വീഡിയോ ചെയ്തതാണ്. അവളുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കി നോക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന് ഒപ്പത്തിന് വെള്ളം വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഊറ്റി കളയണം. ഇനി അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഇതാ കപ്പയൊക്കെ നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. കപ്പ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ കൊഴുപ്പുള്ള വെള്ളം ഒന്ന് ഊറ്റി കളയണം. ഈ വെള്ളത്തോടു കൂടെ നമ്മൾ കപ്പ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്യാസ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഇനി കപ്പേൻ്റെ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ ഞാൻ കപ്പേൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കപ്പ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ കപ്പ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നല്ല വേഗണ കപ്പയായിരുന്നു. ഈ ഒരു കപ്പയാണ് നമുക്ക് വേണ്ടത്, നന്നായിട്ട് വേഗണ കപ്പ. ഇതാണ് മണിക്കടലിൻ്റെ ഇത് നമ്മൾ മസാലയൊക്കെ ഇട്ട് വെച്ചത്. ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കപ്പ ഉടച്ച് വെച്ചതിലേക്ക് ഈ മണിക്കടലിൻ്റെ മസാല അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കത് തിളപ്പിക്കൊന്നും വേണ്ട. കടലയും വെന്തതാണ്, കപ്പയും വെന്തതാണ്. ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് ഉടച്ചെടുക്കണം. കപ്പ നന്നായിട്ട് ഉടഞ്ഞതാണ്. ഇനി ഉടക്കേണ്ട ആവശ്യമില്ല. കടല പിന്നെ ഉടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കപ്പയും കടലയൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഉള്ളിയിലൊന്ന് വറവിടണം. ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ ഉള്ളി മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പും ഇട്ടിട്ട് നമുക്ക് ആ കപ്പ മസാലയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഞാൻ മല്ലി ചെറുതായി അരിഞ്ഞത് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലാണ് ഷെറീസ് ഹബ്ബ്. അവളെ ചാനലിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ട്.